ഒക്കെ ഉണ്ടാവും, മദനാക്കും. തിന്നാതെ വരുന്ന രോഗം, തിന്ന് കൂടിയ രോഗം, തിന്നാത്ത രോഗം, ഇങ്ങനെ രണ്ട് രോഗമേ ഉള്ളൂ. തിന്ന് കൂടിയ രോഗം, പിന്നെ തിന്നാത്ത രോഗം. അപ്പൊ തിന്നാത്ത രോഗം എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് സാധാരണക്കാർക്കേ രോഗമുള്ളൂ, ഔലിയാക്കൾക്ക് രോഗം തന്നെ ആവൂല. ഊണും ഊറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പോത്ത് നടന്നോവർ. എന്തിനാ അതൊക്കെ പറയണത്? രണ്ടാമത്തെ രോഗം ചിലർക്ക് രോഗാവും, ചിലർക്ക് രോഗാവൂല. അവരിങ്ങനെ ഉണങ്ങി നടക്കും. തൃപ്പഞ്ചു മുഹമ്മദ് മുസ്ലിയാര് തിന്നൂല, നമ്മൾ കണ്ടതല്ലേ, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ അങ്ങനെ പാർക്കും. അസറിന് ശേഷം അവിടെ അങ്ങനെ പുറത്തിറങ്ങിക്കുമ്പോൾ ആരെങ്കിലും ഒരു കാൽച്ചായും കൊണ്ട് ചെല്ലും, ഒരു പുട്ടും കൊണ്ടുവരും. പുട്ട് മിക്കവാറും വാങ്ങൂല, കാൽച്ചായ പകുതി ചായ കൊടുത്തിട്ട് കുടിച്ചിട്ട് ബാക്കി അങ്ങനെ തന്നെ കൊടുക്കും. ഇനി പിറ്റേ ദിവസമാണ് അരക്കാൽ ചായ കുടിക്കുക. മനസ്സിലായില്ലേ പറഞ്ഞു? ഇങ്ങനത്തെ ഭക്ഷണം കുറവുള്ള ആളെയൊന്നും ആര്? തൃപ്പഞ്ച് സാറ്. എന്നിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം ജീവിച്ചിട്ടുണ്ട്, രോഗങ്ങൾ ഉണ്ടായിട്ടില്ല, രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. ഹാഫിദ് ഇബ്നു ഖയ്യിമിന്റെ കിതാബ് തബ്ബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഈ അക്സരിയത്തിന്റെ അമ്രാദിന്റെ കാരണം ശരീരത്തിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുക. ആദ്യത്തത് നല്ല പോലെ ഒരഞ്ഞരിഞ്ഞ് അത് എന്തായി മാറി, പൂർണ്ണമായി ദഹിച്ച് പോകുന്നതിന് മുമ്പ് അടുത്ത ഭക്ഷണം ഇട്ട് കൊടുക്കുക. ഇതേ വിഷയത്തില് കിതാബ് കൂത്തില് ബഹുമാനപ്പെട്ട അബൂ താലിബ് മക്കി തങ്ങൾ പറയുന്നത്, മനസ്സിലായില്ല? അവനെ മുസ്രിഫീങ്ങളിൽ കുലു വശ്റബു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തത് ദഹിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോ നമ്മൾക്ക് ഇല്ലാത്ത, നമ്മൾക്ക് ഇങ്ങനെ നടക്കുന്നതിന് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ എണീറ്റ് നടക്കാനുള്ള ഒരു ന്യായവും ഇല്ലെന്ന്. നമ്മൾ എണീറ്റ് നടക്കാൻ ഒരു ന്യായവും ഇല്ല, ഒരു ന്യായമല്ല. എന്തുകൊണ്ട്? നമുക്ക് വിശക്ക എന്നത് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല, ഒരിക്കലും ചിന്തിക്കില്ല. നോക്കി നിങ്ങള്, യോഗാചാര്യ ഗോവിന്ദൻ നായർ, അദ്ദേഹം യോഗയിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മഹാപണ്ഡിതനാണ്. അവരെ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ പുസ്തകം, അമിത ഭക്ഷണം കൊണ്ട് ആരോഗ്യം നശിച്ചു രോഗിയായിത്തീരുന്നു, അല്പായുസ്സായി ഭവിക്കുന്നു, ലോകരുടെ വിദ്വേഷം സമ്പാദിക്കാൻ ഇടയാകുന്നു, അമിത ഭക്ഷണം പാപമാണ്. ആയതിനാൽ ശ്രദ്ധിക്കണേ, അമിത ഭക്ഷണം ഉപേക്ഷിക്കുക എന്നാണ് പൂർവികന്മാർ ഉപേക്ഷിച്ചിരിക്കുന്നത്. അമിതവും അഹിതവുമായ ഭക്ഷണമാണ് നമ്മുടെ ആളുകളുടെ ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങൾക്കും മുഖ്യമായ കാരണം. ഓക്കെ, അത് രണ്ടും ഒഴിവാക്കിയാൽ മാത്രം മതി ആശുപത്രികളെ തിരക്ക് കുറയാനും ഭക്ഷ്യപ്രശ്നം ഒരു പരിധി വരെയെങ്കിലും പരിഹരിക്കാനും. എന്നാൽ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. ആചാര്യ ഗോവിന്ദൻ നായർ ഇതന്നെ ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ പറഞ്ഞ യോഗ എല്ലാം ഉണ്ടാവുന്നത് ആരിൽ നിന്നാണ്? പറയാ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിൽ നിന്നല്ലാതെ എന്താ ഇവിടെ ഉണ്ടായത്? ഇതൊക്കെ ഈ അടുത്ത കാലത്ത് അവർ പറഞ്ഞു വെക്കുക. ഇത് അതേ ഭാഷയാ ഹബീബായ നബി പറയുന്നത്. രോഗത്തിന്റെ ഒരു കാരണം എന്താ? ആദ്യത്തേത് ദഹിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഭക്ഷണം പ്രവേശിപ്പിക്കുക. ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യല്ല, അതല്ലാത്തൊരു പരിപാടി നമുക്ക് ഇല്ലെന്നെ പറഞ്ഞിട്ട് കാര്യല്ല. എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, നമ്മളെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. മൗലൂദിന് പോവുക, എന്ത് ചെയ്യരുത്? തിന്നരുത്. ഒരു നേരത്തെ പല മൗലിദ് ഉണ്ടാവുക. ഞാൻ നിങ്ങളോട് പറയാനറിയാം, ഞാൻ എന്ത് ഭാഷ പിടിച്ചാലും തിന്നൂല. തെറ്റി ക്ലാസ്സിന് അനവധി കൊല്ലം നമ്മൾ വരുന്ന ഒരാള് ഞാൻ ഭക്ഷണം കഴിക്കൂലാറും, രാത്രിയായ ഭക്ഷണം കഴിക്കൂല. എല്ലാ സാധനത്തിനും ഒരു ഉറക്കുണ്ട്. 9 മണി കഴിഞ്ഞാൽ ശരീരം ഉറങ്ങും.
ഭക്ഷണം തൊടാൻ പാടില്ല. 9 മണി കഴിഞ്ഞ ഭക്ഷണം തൊടാൻ പാടില്ല. ഏത് വാപ്പയാണെങ്കിൽ പറ്റൂല. പിണങ്ങി ഒരാൾ ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് പിണങ്ങി, ഞാൻ രാത്രി ഭക്ഷണം കഴിക്കില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി കോഴിയിറച്ചി ഉണ്ടാക്കി. ഞങ്ങൾക്ക് വേണ്ട, ഭക്ഷണം വേണ്ട. മൂപ്പര് പിണങ്ങിയാലും മൂപ്പര് 2 ആഴ്ച നന്നാവും. പക്ഷെ ഇത് വാരിക്കൂട്ടിന് നമുക്ക് കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവൂല. ഇല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒറ്റ ഭക്ഷണം കഴിക്കുക. ഉദാഹരണം, ഞാൻ ഒറ്റ ഭക്ഷണം തന്നപ്പം ഉച്ചക്കൊരു ഭക്ഷണം. ഇനി മറ്റൊരു പരിപ്പുണ്ടോ, മൗലൂദ് ഓതി കൊടുക്കുക. എന്ത് വേണ്ട? ഭക്ഷണം വേണ്ട, ഭക്ഷണം വേണ്ട, ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണം കഴിക്കണ്ട. എന്തിന്? അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ അവന്റെ ഇണയെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, ഒന്നും നടക്കൂല. ഓന്റെ കാര്യം പോക്കാണ്. യുവവൃദ്ധൻ. ഭക്ഷണത്തിന് ഞാൻ കൃത്യമായി നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരും ഇൻഷാ അല്ലാഹ്. തിന്നാൻ പാടുള്ളത്, തിന്നാൻ പാടില്ലാത്തത്. നാട്ടുകാർ കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് വെക്കും. തിന്നരുത്, ഫ്രൂട്ട്സ് തിന്നരുത്. തിന്നണം, തിന്നരുത്. ഫ്രൂട്ട്സ് തിന്നാൻ നേരമുണ്ട്, ഫ്രൂട്ട്സ് തിന്നാൻ പറ്റാത്ത നേരമുണ്ട്. ഫ്രൂട്ട്സ് തിന്നാൻ പറ്റുന്ന ഭക്ഷണമുണ്ട്, പറ്റാത്ത ഭക്ഷണമുണ്ട്. ഒരിക്കലും തിന്നരുത്. തിന്നാതിരിക്കലാണ് ആരോഗ്യം. ഞാൻ തിന്നലില്ല, നടക്കൂല എന്നു വീണു. ഓല് പിണങ്ങിക്കോട്ടെ, തിന്നരുത്. പല ഭക്ഷണങ്ങളുണ്ട്, തിന്നാൻ പാടില്ല. ലൈം ടീ ഒരു 20 കൊല്ലത്തിനുള്ളിൽ കുടിച്ചിട്ടില്ല. അതിന്റെ അത്ര വിഷം ദുനിയാവിൽ വേറെ ഇല്ല. എന്താണ്? ചായയും ലൈമും യോജിക്കൂല, വിരുദ്ധാഹാരാണ്. എന്താണ് പ്രശ്നം എന്നല്ലേ ചോദിക്കണത്? എന്താണ് ലൈം ടീന്റെ പ്രശ്നം എന്നല്ലേ ചോദിക്കണത്? കേൾക്ക്. എന്താ പ്രശ്നം എന്നറിയോ? ലൈമും ചായപ്പൊടിയും യോജിക്കൂല, വിഷാണ്, കുടിക്കരുത്, വിഷാണ്. നിങ്ങൾ നാളെ രാവിലെ വന്ന അത്രയും കൂടി പറഞ്ഞുതരാം. എനിക്കൊരു കിതാബോ കണ്ടില്ല റബ്ബിന്റെ സഹായത്താൽ. ദഹന ആസിഡ് കുടിച്ചാണ്ടാവില്ല. കുട്ടിയെ നല്ലോണം മനസ്സിലായിക്കൂടി. കുതിര വിടണ്ട. കുതിര വിട്ടാൽ മുതലട് പോവും, അത് മുതല് പോവും. യോജിക്കൂല. മീൻ കഴിച്ചാൽ 1.5 മണിക്കൂർ കഴിയാതെ ചായ വെക്കാൻ പാടില്ല. മീൻ കഴിച്ചാൽ 1.5 മണിക്കൂർ കഴിയാതെ ചായ, കട്ടൻ ചായ വെക്കാൻ പാടില്ല. അത് ക്യാൻസർ ഉണ്ടാക്കും. ആമാശയം താറുമ, അലൈൻമെന്റ് തെറ്റും. നിങ്ങൾ ഈ തിന്നുന്നതിൽ 90% ആരോഗ്യത്തിന് ഹാനികരമാണ്. തിന്നരുത്, അത് കേടാണ്. പിന്നെ കുറെ തിന്നുള്ളതല്ല, തിന്നുന്നത് എന്ത് വേണം പറ? ചവച്ച് കഴിക്കണം. ജ്യൂസ് കുടിക്കരുത്. എന്തുകൊണ്ട്? പഴം യാതൊരു കാരണവശാലും വെള്ളത്തോട് യോജിക്കൂല. ജ്യൂസ് കുടിക്കരുത്. ജ്യൂസ് എന്നൊരു വർഗം ഉണ്ടല്ലോ, നമ്മളെ ശത്രുക്കളല്ലേ, അവരെന്താ ജ്യൂസ് ജൂതന്മാർ. മനസ്സിലായില്ല? ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല. ജ്യൂസ് കൊണ്ടുവന്നത് ജ്യൂസ് മിഡിൽ ഈസ്റ്റിൽ ജ്യൂസ് കൊണ്ടുവന്നതാരാ? ജൂതന്മാർ. ജ്യൂസ് കഴിക്കാനേ പാടില്ല. എന്തുകൊണ്ട്? ഫാക്കിഹത്ത് റീഖിനോട് ചേരണം. ഫാക്കിഹത്ത് റീഖിനോട്, ഉമിനീരിനോട് ചേരണം. എന്നിട്ട് അത് എന്തുണ്ടാവും? അത് ശരീഉൽ-ഹദ്മാണ്. നേരെ മറിച്ച് ഓട്ടണ തുറക്കും. എന്തിന്? കിലക്ക്. ഫാക്കിഹത്തോടുകൂടെ വെള്ളം ഉപയോഗിച്ചാൽ അത് കിലക്ക്, കിഡ്നിക്ക് ഓട്ട തുറക്കുമെന്ന് കിതാബ് തിബിലുണ്ട്. അതുകൊണ്ട് തഴവന്റെ പാട്ടിലുണ്ടല്ലോ, എന്ത്? പഴത്തോടുകൂടെ വെള്ളം കുടിക്കരുത്. തഴവയുടെ പാട്ടിലുണ്ട്. തഴവയുടെ ബേത്തിൽ എനിക്ക് വേത്ത് ഓർമ്മല്ല. തഴവയുടെ ബേത്തിലുണ്ട് എന്ത്? പഴം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കരുത്, ആന്തരാവയവത്തിന് കേടുണ്ടാവുമെന്ന് കിതാബിലുണ്ട്. കിതാബിന്റെ പേജ് നമ്പർ അടക്കം മുമ്പ് പറയുന്നുണ്ട്, കിതാബുത്തുമ്പിലുണ്ട്. ഇത് പഴത്തിന് എന്തിൽ കൂട്ടുക? വെള്ളത്തിൽ കൂട്ടിയടിക്കല്ലേ? പറ്റൂല, കേടാണ്. പഴം നല്ലതാണ്.
ശർക്കര നല്ലതാണ്, ശർക്കര നല്ലതാണ്, കാഞ്ഞിരത്തിന്റെ ഔഷധമാണ്. പക്ഷെ കൂടിയാൽ പേ പിടിച്ച നായ വരെയാവും. പേ പിടിച്ച നായെ കൊല്ലാനുള്ള മാർഗം എന്താ? ശർക്കരയിൽ എന്തു കൂട്ടുക? ശർക്കരയില് കാഞ്ഞിരത്തിന്റെ ഇല അരച്ച് കൂട്ടിയിട്ട് എന്തെങ്കിലും ഭക്ഷണത്തിലാക്കി കൊടുത്താൽ പേ പിടിച്ച ചായ അപ്പോൾ ചാവും. എന്നാ ശർക്കര ഒറ്റക്ക് ഔഷധമല്ലേ? ആണ്. ശർക്കര ഇല്ലാത്ത ഒരു കഷായം ഉണ്ടാവില്ല. കാഞ്ഞിരത്തിന്റെ ഇല തീർച്ചയായും ഔഷധമാണ്. അതേ സമയത്ത് രണ്ടും കൂടിയാൽ വിഷാണ്. സമീകൃത ആഹാരം പഠിക്കാതെ തിന്നാൻ മെനക്കെടരുത്. ആഹാരം പഠിക്കാതെ തിന്നരുത്. ഇന്ന് തിന്നിട്ടില്ലെങ്കിൽ ഒന്നും വരാൻ പോണില്ല. പഠിക്കാതെ തിന്നാ ആരോഗ്യം പോയി. അപ്പൊ ചിന്തിക്കണം. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഭയങ്കര വിഷയമാണ് ഭക്ഷണം. ഭക്ഷണം വലിയ വിഷയമാണ്. അത് വലിയ വിഷയമാണ്, നിസ്സാരല്ല. ഞാൻ അതിൽ വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, ഞങ്ങൾക്ക് രസകരമായ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഏറ്റവും കൂടുതൽ പുറത്ത് നിന്ന് കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. മലപ്പുറം ജില്ലാ മധ്യവർജക സമിതി ഉണ്ടാക്കി. ഞാന് പ്രസിഡന്റ്, ചുങ്കത്രയിലെ അച്ഛൻ ഖജാൻജി, പിന്നെ ഒരു ഹിന്ദു സെക്രട്ടറി, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. മാസത്തിലൊരിക്കൽ കൂടും. ഇവിടെ പിന്നെ അവിടെ എന്താ കലക്ടറേറ്റിന്റെ അവിടെ ഒരു യോഗം കൂടാനുള്ള സൗകര്യമൊക്കെ കളക്ട് ചെയ്തു തന്നിരുന്നു. അപ്പൊ മാസത്തിലൊരിക്കൽ യോഗം കൂടുമ്പോൾ ഇയാൾ കൃത്യമായി എത്തും. ആര്? ഈ ചുങ്കത്രയിലെ ഈ ഫാദർ ഉണ്ടല്ലോ, അയാൾ കൃത്യമായിട്ട്. ഒരു ദിവസം അയാൾ എത്താൻ നേരം വൈകി. യോഗം പിരിയാൻ നേരത്താണ് അയാൾ വന്നത്. അപ്പൊ അയാൾ വന്ന ഉടനെ തന്നെ എണീറ്റിട്ട് പറഞ്ഞേ, ഇന്ന് ഇടവകയിലെ പിന്നെ ഫുഡ് കൺട്രോളിന്റെ ക്ലാസ് എനിക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോരാൻ, കുർബാന കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം. അപ്പൊ ഞാനത് നോട്ട് ചെയ്ത്. അപ്പൊ തിരിച്ച് അയാൾ എൻ്റെ കാറിലാണ് വരുന്നത്. അപ്പൊ കാറിൽ കയറി ഇങ്ങനെ വരുമ്പോൾ ഞാൻ അച്ചോ എന്നങ്ങനെ സംസാരിച്ച കൂട്ടിൽ പറഞ്ഞേ, പിന്നെ എത്ര മാസം കൂടുമ്പോഴാണ് നിങ്ങൾ ഫുഡ് കൺട്രോളിങ്ങിന്റെ ക്ലാസ് നടത്താറുള്ളത്? അപ്പൊ അയാൾ പറഞ്ഞേ 3 മാസത്തിലൊരു ക്ലാസ് നടക്കും. പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ട് എന്ത് തിന്നാം, എന്ത് തിന്നാൻ പാടില്ല എന്ന് നിങ്ങളെ തോന്നി വെച്ച്. ഞങ്ങള് പിന്നെ അങ്ങനെ 3 മാസം ഒന്നും ആവൂല, ഇടക്കിടക്ക് ഉണ്ടാവുന്ന പിടിച്ചിക്കണ്ട്. ശ്രദ്ധിക്ക്, ക്രിസ്ത്യാനി കേരളത്തിൽ ഏറ്റവും ആശുപത്രി ക്രിസ്ത്യാനികൾക്ക്, ഏറ്റവും കുറഞ്ഞ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവര് ക്രിസ്ത്യാനികള്, ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് മുസ്ലിമീങ്ങൾ, ഏറ്റവും ആശുപത്രി പേഷ്യൻസ് മുസ്ലിമീങ്ങൾ. എന്നാൽ ആരോഗ്യം നിയമമായി ശരിയാത്തായി വന്ന മതം ഇസ്ലാം. ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും അരിച്ചു പെറുക്കിയാൽ ആരോഗ്യത്തിനെ പറ്റി അരവാക്കില്ല. പഴയ നിയമവും പുതിയ നിയമവും അരിച്ചു പെറുക്കി നോക്കിയാലും ആരോഗ്യത്തെ പറ്റി അരവരിയില്ല. ഖുർആൻ നിറയെ ആരോഗ്യം, നമ്മളത് ശ്രദ്ധിക്കൂല്ല പറയുള്ളൂ.